എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടൊരു വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റ ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, ഡിസ്കോഡ് ആയിക്കോട്ടെ, റെഡിറ്റ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഇപ്പൊ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മള് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ പോഡ്കാസ്റ്റ്. ലൈക്ക് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ടാണ് ആൾക്കാർ കൂടുതലും കാണപ്പെടുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ഒരു ഇന്റർനെറ്റ് കൾച്ചറാണ്. ഒരു ഫണ്ട് എന്നുള്ളൊരു ഉപരി ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് തന്നെ നമ്മുടെ ലൈക്ക് ആ ഒരു രണ്ട് ഇംഗ്ലീഷ് പദങ്ങളാണ്, ബ്രെയിൻ എന്നുള്ളതും റോട്ട് എന്നുള്ളതും. നമുക്കത് ലിറ്ററലി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ ബ്രെയിനിനെ റോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചീയിക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ അതിനെ ചീത്തയാക്കുന്ന രീതി എന്നുള്ള ഇതാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുതിയ ട്രെൻഡിങ് വേർഡ്സ് കാണുന്നുണ്ടാവും. മൊഹയോ, സ്കിബിഡി, റിസ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്. ഇതിൻ്റെയൊക്കെ മീനിങ് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വേറെ റീൽസും വരുന്നുണ്ട്. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്ന് പറയുമ്പോൾ ഒരു സെൻസ് ഇല്ലാത്ത, അൺഹിഞ്ച്ഡ് ആയിട്ട് ഒരുപാട് ഒരു ഇൻസൈഡ് ജോക്സ് ഒക്കെ വെച്ചിട്ടുള്ള, എന്തെങ്കിലും റെഫറൻസസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ന്യൂ ലാംഗ്വേജ് ആണ് ബ്രെയിൻ റോട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഒരു സെൻസും ഉണ്ടാവില്ല, എന്തുകൊണ്ട് ഈ വാക്ക് ഇതിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെൻസും ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ സ്ലാങ്. ആൻഡ് ഇൻ്റർനെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു ബ്രെയിൻ റോട്ട് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കീപ്പപ്പ് ചെയ്യാൻ വിട്ടുപോകും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ബ്രെയിൻ റോട്ടിന്റെ മെയിൻ ആയിട്ടുള്ള എമർജൻസി എന്ന് പറയുന്നത് തന്നെ ഈ ഇന്റർനെറ്റിനാണ്. ലൈക്ക് എന്താ പറയാ, ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോംസിലേക്ക്. എന്താ പറയുക, ടിക്ടോക്ക്, ട്വിറ്റർ, ഡിസ്കോഡ്, അങ്ങനെയുള്ള കുറെ ഇങ്ങനത്തെ ആപ്സ് വഴിയാണ് ഇങ്ങനത്തെ അവരുടെ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമർ വേ ഓഫ് യൂസിങ് ലാംഗ്വേജ്. അത് ഇൻസൈഡ് ജോക്ക് പോലെ തുടങ്ങിയ ഒരു കാര്യം അത് ആൾക്കാരിലോട്ട് ഒരുപാട് പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ആകപ്പെട്ടു. ശരിയാണ്, ചെറിയ ചെറിയ ഒരു കമ്മ്യൂണിറ്റീസിൽ നിന്ന് തുടങ്ങിയ ഒരു ഇൻസൈഡ് ജോക്കായിട്ട് തുടങ്ങിയ ഒരു സംഭവം പിന്നീട് എല്ലാ പ്ലാറ്റ്ഫോംസിലേക്കും, ലൈക്ക് പല പല പ്ലാറ്റ്ഫോംസിലേക്കായിട്ട് ക്രോസ് ഷെയർ ചെയ്യപ്പെട്ടു. അത് ഭയങ്കര എന്താണ്, ഒരു ഇൻസൈഡ് ജോക്കിൽ നിന്ന് മാറിയിട്ട് അതൊരു ട്രെൻഡായിട്ടും ഒരു എല്ലാവരും ഒരു ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടൊരു വേ ഓഫ് ലാംഗ്വേജ് ആയി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മെയിൻ ഡിസ്കഷനായിട്ട് വരുന്ന ഒരു കാര്യവും ബ്രെയിൻ റോട്ട് എന്നുള്ളതൊരു ഫൺ വേ ഓഫ് ലാംഗ്വേജ് ആണോ, അതോ നമ്മുടെ ലൈക്ക് ലിറ്ററൽ ലാംഗ്വേജിനെ മൊത്തത്തിൽ ഒരു റൂയിൻ ചെയ്യുന്ന കുറച്ച് വാക്കുകളാണോ എന്നൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ട് തൊട്ടേ നമുക്ക് കുറേ എന്താണ് സ്ലാങ് വേർഡ്സ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ സീനായി എന്ന് പറയണതോ, ബ്രോ, മച്ചാനെ, അങ്ങനെ പറയുന്ന ലൈക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് ഇവോൾവ് ആയി വരുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഏത് ലാംഗ്വേജിൽ എടുത്തു നോക്കിയാലും ഏത് ഡയലക്റ്റിൽ എടുത്തു നോക്കിയാലും. പക്ഷേ ബ്രെയിൻ റോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലോബലി ആണ് ഇവോൾവ് ചെയ്യുന്നത്. അതും ഒരു വല്ലാത്തൊരു സ്പീഡിലാണ്. ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അൺപ്രസിഡൻറ്റഡ് ആയിട്ടാണത് ഇവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഇൻസ്റ്റ എടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇൻസ്റ്റ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റയോ ടിക്ടോക്കോ ഏതാ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്താ ഇവിടെ നടക്കണേന്ന്. ബിക്കോസ് അത്രയും സ്പീഡിലായിട്ട് എല്ലാവരും ഷെയർ ചെയ്തു പോകുന്ന ട്രെൻഡായിട്ട് മാറുമ്പോൾ ബാക്കി എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ലോസ്റ്റ് ഫീലിംഗ് കിട്ടും. ലൈക്ക് ഈ ബ്രെയിൻ റോട്ട് സ്റ്റഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ജെൻസിയാണ് തുടങ്ങിയതാണ് പലവരുടെ ഒരു ധാരണ. ജെൻസി കാലഘട്ടത്തിലുള്ള കുറെ പേരെടുത്ത് ചോദിച്ചാൽ കൂടി തന്നെ അവർക്കുള്ളത് അറിയുന്നുണ്ടാവില്ല കുറെ കാര്യം. ലൈക്ക് ഈ മില്ലേനിയൽസ് തന്നെ ആലോചിക്കുന്നത് ഈ ജെൻസി അവരൊക്കെയാണ് കൂടുതലും ഇങ്ങനത്തെ ബ്രെയിൻ റോട്ട് സ്ലാങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് തന്നെ ഇങ്ങനത്തെ കുറെ ലൈക്ക് സ്കിബിഡി, ടോയ്ലറ്റ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ അത് അറിയുന്നില്ല. ഇപ്പൊ ഈ ജെൻസി പോരാന്നിട്ട് തന്നെ ജെൻ ആൽഫയാണ് ഇപ്പൊ ഈ കൂടുതലും, അത് ലൈക്ക് ടീനേജേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പൊ ഇവരാണ് ഈ കൂടുതൽ ഇങ്ങനത്തെ ഈ ബ്രെയിൻ റോട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഇങ്ങനത്തെയുള്ള ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സ്കിബിഡി, ടോയ്ലറ്റ്, അല്ലെങ്കിൽ റിസ്ലർ, ഒഹായോ, ഓറ, അങ്ങനത്തെയുള്ള കുറെ കാര്യങ്ങൾ നെക്സ്റ്റ് ലെവലിലോട്ട് സംസാരത്തിന് അവർക്ക് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഇടയിലുള്ള ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇങ്ങനെയുള്ള സ്ലാങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ബ്രെയിൻ റോട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഒരു കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് ഇന്ന ഒരു സംഭവമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് നമുക്കത് ഇത് ബ്രെയിൻ റോട്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ബ്രെയിൻ റോട്ടിനെ നമുക്കൊരു സ്ലാങ് ആയിട്ട് മാത്രം ഒതുക്കി കളയാനും പറ്റില്ല. ഇതൊരു പുതിയ വേ ഓഫ് തിങ്കിങ് ആണ്. അതും ഒരു ഇൻസൈഡ് ജോക്സിലും ഐറണിയിലും സാറ്റയറിലും ഇതൊക്കെ മാത്രം വെച്ച് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വേ ഓഫ് ലാംഗ്വേജ് ആണ്. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡ് പ്ലേയുടെ ഒരു ഒബ്സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലൈക്ക് ഒരുപാട് പൺസ് അല്ലെങ്കിൽ ഒരുപാട് മീം റെഫറൻസും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഈ ഒരു ബ്രെയിൻ റോട്ടിൻ്റെ ഒരു സിസ്റ്റം തന്നെ. ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമുക്ക് ആ റെഫറൻസ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസേ ഗിബ്രിഷ് ആയിട്ടായിരിക്കും മനസ്സിലാവുന്നത്. ലൈക്ക് നമുക്ക് ആ സെൻറ്റൻസ് ഒന്നും മനസ്സിലാവില്ല, ഇവരെന്താ പറയണതെന്നേ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഈവൻ സീരിയസ് കോൺവെർസേഷൻ വരെ ആൾക്കാർ ബ്രെയിൻ റോട്ടിൽ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസിലായിക്കോട്ടെ, ലൈക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറി, എല്ലാ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്രെയിൻ റോട്ട് ലാംഗ്വേജിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മേ ബി ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മുടെ ബോസ് നമ്മളുടെ അടുത്ത് നമ്മളെ ഫയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രശ്നത്തിലാണെന്നോ നമ്മളോട് അടുത്ത് പറയുന്നതും ബ്രെയിൻ റോട്ട് ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ആ ബ്രെയിൻ ലൈക്ക് അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. കാരണം ഇത്രയും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ, ജെൻസി ആയിക്കോട്ടെ, ജെന്നാൽഫ ആയിക്കോട്ടെ, എല്ലാവരും ഈ ലാംഗ്വേജിൻ്റെ കൂടെ തന്നെയാണ് വളരണത്. സോ മേ ബി ഒരു ഫ്യൂച്ചറിൽ എല്ലാവരും കാഷ്വലായിട്ട് ഈ അല്ലെങ്കിൽ ഈവൺ ഒരു ഫോർമൽ സെറ്റിങ്സിൽ ഈ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ മില്ലേനിയൽ, ജെൻസി, ജെന്നാൽഫ അവരുടെ ഇടയിലൊരു ജനറേഷണൽ ഗ്യാപ്പ് അല്ല ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഇന്ന് സെൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നാളെ ഒരു മീനിങ് പോലും ഇല്ലാണ്ടായിരിക്കും. 2025 ആകുമ്പോഴേക്കും തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ലൈക്ക് ഫ്ലൈയിങ് കാർഡ്സ് അങ്ങനെയുള്ള കുറെ ടെക്നോളജീസ് ഇവോൾവ് ആവുന്ന നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവോൾവ് ആയി കിട്ടിയിരിക്കുന്നത് കാര്യം പറയുകയാണെങ്കിൽ ബ്രെയിൻ റോട്ടാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയും ഒരു ലാംഗ്വേജിൻ്റെയും നമ്മുടെ കൾച്ചറിൻ്റെയും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഒരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആയിക്കോട്ടെ, ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള ഒരു ഇവല്യൂഷനാണ് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ, ഒരുപാട് ഷോർട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ അറ്റൻഷൻ സ്പാൻ കുറയും. അതായത് ബ്രെയിൻ റോട്ട് കോണ്ടന്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ ഈ ബ്രെയിൻ റോട്ട് കണ്ടു തന്നെയാണ് വളരണത്. ശരിയാണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ തന്നെ അത് കുറയ്ക്കുന്നുണ്ടെന്ന് പറയാം. ലൈക്ക് ഇപ്പോ കുറെ റീൽസും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ലാംഗ്വേജിന്റെ ഒരു എവല്യൂഷൻ തന്നെ കാണാൻ പറ്റും. നമ്മുടെ എങ്ങനെയായിരുന്നു നമ്മുടെ പണ്ട് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നത്, അത് എത്രത്തോളം ഇന്നത്തെ കാലത്ത് അത് മാറിയിട്ടുണ്ടെന്നുള്ളൊരു ചേഞ്ചസ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. ശരിയാണ്. നമ്മളിപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ഇംഗ്ലീഷ്, അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു നാച്ചുറൽ എവല്യൂഷൻ ആയിട്ട് തന്നെ കാണാം. ഭാവിയിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഫോർമൽ സെറ്റിങ്സിലും ഇതേപോലെ ബ്രെയിൻ റോട്ട് ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രോയിങ് ഇന്റർനെറ്റ് കൾച്ചർ ഉള്ള ഒരു കാലഘട്ടത്തിൽ, എല്ലാവരും ഇന്റർനെറ്റിൽ മുഴുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞതിൻ്റെ എക്സിസ്റ്റൻസിൽ നമ്മൾ അവെയർ ആയിട്ടിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിനെ പറ്റിയിട്ട് അവെയർ ആയിട്ടിരിക്കുകയും പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഭാവിയിലേക്ക് മേ ബി യൂസ്ഫുൾ ആയിരിക്കും.